മാങ്കുളത്ത് എത്തിയിട്ട് മൂന്നാമത്തെ സ്ഥലം. അനില, ഈ സ്ഥലത്തിന് എന്താ പേര് പറയാ? കല്ലിപ്പാറ. കല്ലിപ്പാറ എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഓഫ് റോഡ് റൈഡിങ്ങിൽ ഒരു ഇടയിലുള്ളൊരു റെസ്റ്റ് സ്ഥലമാണ്. ഇവിടുത്തെ ഒരു മരം നോക്കിയാൽ ഇതൊക്കെ ഒന്ന് കാണേണ്ട തന്നെയാണ്. നോക്കുക, ഇത്രയും ഇതാണ് ഇതിൻ്റെ ഇടയിൽ ഉള്ളൊരു, ഞങ്ങളുടെ ഇടയിലുള്ളൊരു സ്റ്റോപ്പ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഈ വെള്ളമൊക്കെ ഒഴുകണുണ്ട്. ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റുകളൊന്ന് നിൽക്കും, ജസ്റ്റ് ഒന്ന് നിന്ന് അതൊക്കെ ഒന്ന് നോക്കി കാണും. ഇവിടെ ഞങ്ങൾക്ക് അത്ഭുതകരമായിട്ട്, അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിൽ ആദ്യമായിട്ട് ഉള്ളൊരു അനുഭവം, നമ്മൾ കട്ടൻ ചായ, അതുപോലെ കപ്പ കാന്താരി അതുണ്ടാക്കുന്ന ഒരു രീതിയും അത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ചേട്ടനൊന്ന് പരിചയപ്പെടാം, അതിൻ്റെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. ചേട്ടാ റെഡി അല്ലേ? അല്ലേ, കാര്യങ്ങളൊന്ന് ചോദിച്ചറിഞ്ഞാൽ നന്നായി. എത്ര? കപ്പയ്ക്ക് 20 മിനിറ്റ് കൊണ്ട് ബീഫാവോ? ആ, രാജു ചേട്ടൻ. ആ, അപ്പോൾ ഇതാണ് കട്ടൻ ചായ ഉണ്ടാക്കുന്ന സാധനം കേട്ടോ. അത് കാണിച്ചു തരാം. അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട്, കപ്പ കാന്താരി ഉണ്ടാക്കുന്നുണ്ട്. ആ, ഓക്കെ. ആ, ഇതേപോലെ തണ്ടില് കപ്പ നിറച്ച് മുകളിൽ ഇല കൊണ്ട് അതിനെ അടച്ചു വെച്ചിട്ട് പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റിന്റെ ഉള്ളില് ഈ കപ്പ റെഡി ആവുമെന്ന് രാജേട്ടൻ പറയുന്നത്. അതന്നെ, അതെ, ഇത് ആള് തീ കൊടുത്തുകണ്ടില്ലേ. ഇത് റെഡി ആയി കഴിഞ്ഞാല് ഉടനെ കപ്പ കാന്താരി ചമ്മന്തി കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റും. അവസരമുണ്ട്. നമുക്ക് തരുമോ? ആ, തരും. നമുക്ക് വേണ്ടിട്ടുണ്ടാക്കണത്. അതെയാ? അതെയാ, അത് ശരി. അപ്പൊ അതാണ് കപ്പ കാന്താരി. ചമ്മന്തി ഉണ്ടാക്കണ കപ്പ കാന്താരി ചമ്മന്തി, കട്ടൻ ചായ, കപ്പൻ ചായ. കപ്പ മുളയുടെ തോടിന്റെ ഉള്ളിൽ മോന്റെ ടൗസറിന്റെ ഉള്ളിലേ പാന്റിന്റെ ഉള്ളിൽ ഒരു തവള കയറി പോയി. അവൻ പിന്നെ അത് കയറി പിടിച്ചു. വലിയ തവള. ഇപ്പോ ഇതില് കട്ടൻ ചായ ഒന്ന് കാണിച്ചിട്ട്, കട്ടൻ ചായയുടെ ഇതൊന്ന് മുളന്ന് പിടിച്ച. ആ, ഇതാണ് കട്ടൻ ചായയുടെ. അതിൽ കട്ടൻ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തിളച്ച രാജേട്ടാ, തിളച്ച് വരുന്നുണ്ട്. ആ, അതൊന്ന് ഞാൻ ഒന്ന് ക്ലോസപ്പ് ചെയ്ത് എടുക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ ആ ഉൾഭാഗം ഒന്ന് കാണിക്കാം. ഒരാവി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉണ്ടോ? അതിലൂടെ ഒരു ആവി വരുന്നുണ്ടോ? പുകയല്ല, അത് ആവിയാണ്. പുക അപ്പുറത്ത് കൂടെ പോകുന്നുണ്ട്, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു 1 ടൈം യൂസ് ആണ്. ആഫ്റ്റർ യൂസ് ആൻഡ് ത്രോ. വേണ്ട, ഇതില് 2 ചായയാണ്, ഇതില് കപ്പ. ഈ ഇല വെച്ചിട്ടുള്ള അതില് കപ്പ. ഒരു കപ്പ നമുക്ക് എടുക്കാറായ. അങ്ങനെയാണെങ്കിൽ ഒരു ഒന്ന് എടുക്കുക ചേട്ടാ, നമ്മളൊന്ന് കാണട്ടെ അത് എങ്ങനെയാണ്. അത് അതിന്റെ നിങ്ങൾക്ക് വേണ കപ്പ വേണ ചമ്മന്തി, കപ്പയും ചമ്മന്തി വേണം. ആ, അതെ. 1 മിനിറ്റ് രാജേട്ടാ, നോക്കട്ടെ എവിടെയാണ്, എങ്ങനെ എടുക്കാത്. ഇതിന്റെ ഉള്ളില് കപ്പുണ്ട്, അതില് കട്ടൻ ചായ ഉണ്ട്. ഇതില് കപ്പ, ഇതില് അതിലും
മൂടി വെച്ചില് കപ്പ മറ്റേ ആളതിന് ഇത് ഞാൻ അത് ഇല കട്ട് ചെയ്തിട്ട് വരും. ഇനി ഭാവിയിൽ തവള പിടിക്കാൻ വേണ്ടിട്ട് നമുക്ക് ധൈര്യമായിട്ട് പോവാം. പിടിച്ചു, നല്ല മുറുക്കം പിടിച്ചു. അല്ല, അവന് സമാധാനം എന്താ അറിയോ? 12th ബയോളജി എടുത്തു കഴിഞ്ഞാല് വിസറയ്ക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും, ധൈര്യം അടിക്കാൻ പറ്റും. ഇതൊക്കെ എന്ത് അന്ന് ഞാൻ പിടിച്ചത് ഇത്ര ഉണ്ടാവില്ല. പാമ്പിനായിട്ട് മേടിച്ചിട്ടുണ്ട്, തവളനെ മേടിച്ചിട്ടുണ്ട്. ആ ഇതെടുക്കുന്നു. എല്ലാവരും ഒന്ന് മാറൂ, നോക്കട്ടെ. ആ എവിടെ വെച്ചിട്ടാ? വാ ബന്ധുണ്ടോ നോക്കാം. ഇത് എന്താണ് ഇതിട്ടുള്ള കൂടെ? ഇത് മഞ്ഞൾ മാത്രം ഇട്ടുള്ള വേറെ ഇട്ടില്ല. അടിപൊളിയായിട്ട് ബന്ധുണ്ട്. അതെ. വാ ഓ കപ്പ എവിടുന്ന കിട്ടിയേ? സ്വന്തം കൃഷിയാണ്. ചമ്മന്തി ഉപ്പ് കുറവാ. അപ്പൊ ചമ്മന്തി ഉണ്ടാവില്ല, ശരിയാവുള്ളൂ. നല്ല അടിപൊളിയായിട്ടാ. മറ്റേതും കൊട്ടോ അല്ലേ? മതിയാ? മതി മതി മതി. വേണ്ട, ഉപ്പ് വേണ്ട. ചമ്മന്തി വേണം. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കൂട്ടമേ ചമ്മന്തി വന്നു. ഇത് പച്ചമുളകും ഉപ്പും മാത്രമേ ഉള്ളൂ. വട്ടട്ടിരിക്കുക. എല്ലാരും പറ ഉണ്ടാക്കിയിരുന്നോ? വട്ടം കൂടി ഇരിക്കും. വാ അധികം മാന്തി കൊണ്ടുപോണ്ട കാന്താരി നല്ല. അതെ, ഒന്ന് നീങ്ങി നിക്കുക. കൂട്ടാൻ അമ്മേ കുട്ടിയോട് ഇടിച്ച് കാന്താരി റംസി. ആ വല്ലാണ്ട് നീ അച്ചാറ് അടങ്ങുക. മതി, അധികം മാത്രം. അതാ പറഞ്ഞേ. ഒരു ഇലയില് ഒരു ഇല വേണം. വീഴും. അതിൻ്റെ ഉള്ളിൽ രണ്ടാൾ ഇരിക്കണ്ടേ?